വിവാദങ്ങൾക്കിടയിൽ ബോക്സ് ഓഫീസിൽ മിന്നൽ പിണറായി എമ്പുരാൻ. കേരളത്തിലെ എന്നല്ല ആഗോള ബോക്സ് ഓഫീസിൽ തന്നെ ചരിത്രം സൃഷ്ടിച്ചുകൊണ്ടാണ് എമ്പുരാന്റെ ഈ കുതിപ്പ്. അതിവേഗം 200 കോടി എന്ന ചരിത്ര നേട്ടത്തിലേക്ക് കുതിക്കുകയാണ് എമ്പുരാൻ എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. മലയാളത്തിൽ നിന്ന് ഇതുവരെ ഒരു സിനിമ മാത്രമേ 200 കോടി ക്ലബിൽ കയറിയിട്ടുള്ളൂ. 2024 പുറത്തിറങ്ങിയ മഞ്ഞുമൽ ബോയ്സ് എന്ന സിനിമയാണിത്. ആഗോളതലത്തിൽ 242 കോടിയാണ് മഞ്ഞുമൽ ബോയ്സിന്റെ കളക്ഷൻ. എന്നാൽ മഞ്ഞുമൽ ബോയ്സിന്റെ ഒരു റെക്കോർഡ് ഇതിനകം തന്നെ എമ്പുരാൻ പഴങ്കഥയാക്കി കഴിഞ്ഞു. വിദേശത്ത് നിന്ന് മാത്രം ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ സിനിമ എന്ന മഞ്ഞുമൽ ബോയ്സിന്റെ റെക്കോർഡാണ് എമ്പുരാൻ തകർത്തത്. വിദേശത്ത് നിന്ന് മാത്രം 86 കോടി രൂപയോളമാണ് എമ്പുരാൻ നേടിയിരിക്കുന്നത്. ഇതുകൂടാതെ 2025 ഇന്ത്യയിൽ ആദ്യ ആഴ്ചയിൽ ബോക്സ് ഓഫീസിൽ ഏറ്റവും മികച്ച ഓപ്പണിംഗ് സിനിമ എന്ന നേട്ടവും എമ്പുരാനാണുള്ളത്. വിക്കി കൗശൽ ചിത്രം ചാവയെ പിന്തള്ളിയാണ് എമ്പുരാന്റെ ഈ തേരോട്ടം. ആഗോള ബോക്സ് ഓഫീസിൽ മറ്റൊരു മലയാള ചിത്രത്തിനും അവകാശപ്പെടാനില്ലാത്ത ഒരു നേട്ടവും എമ്പുരാൻ പിടിച്ചെടുത്തിരിക്കുന്നു. ഏകദേശം $19 മില്യൺ സിനിമയുടെ ആഗോള കളക്ഷൻ, അതായത് ഏകദേശം 165 കോടി രൂപ. ആഗോള കളക്ഷൻ വെച്ച് നോക്കുമ്പോൾ ഡിസ്നിയുടെ സ്നോ വൈറ്റ്, ജെയ്സൺ സ്റ്റാനത്തിന്റെ വർക്കിംഗ് മാൻ എന്നീ സിനിമകൾക്ക് തൊട്ടുപിന്നിൽ 3-ാം സ്ഥാനത്താണ് എമ്പുരാനുള്ളത്. സംഘപരിവാർ സിനിമയ്ക്കെതിരെ രംഗത്തെത്തിയതോടെ എമ്പുരാന് കാണാൻ കേരളത്തിൽ സിനിമാ പ്രേമികളുടെ തിരക്കാണ്. റിലീസ് ചെയ്ത് 5-ാം ദിവസമായിട്ടും കേരളത്തിൽ സിനിമയ്ക്ക് ടിക്കറ്റ് ഇല്ലാത്ത സാഹചര്യമാണുള്ളത്. തിരക്ക് കണക്കിലെടുത്ത് അവധി ദിവസമായ ഞായറും തിങ്കളും വെളുപ്പിന് 4 മണി മുതൽ സിനിമയുടെ പ്രദർശനം ആരംഭിച്ചിരുന്നു. ഞായറാഴ്ച മാത്രം 10 കോടിക്ക് മുകളിലാണ് എമ്പുരാന് കളക്ഷൻ ലഭിച്ചിരിക്കുന്നത്. റിലീസ് ദിവസമായ വ്യാഴാഴ്ച കേരളത്തിൽ നിന്ന് മാത്രം ലഭിച്ചത് 14 കോടി രൂപയാണ്. 2-ാം ദിവസം 8.4 കോടി, 3-ാം ദിവസം 9.02 കോടി, 4-ാം ദിവസം 11 കോടി എന്നിങ്ങനെയാണ് കണക്കുകൾ. 5-ാം ദിനത്തോടെ കേരളത്തിൽ നിന്ന് മാത്രം 50 കോടി കളക്ഷൻ എമ്പുരാൻ വാരിയേക്കുമെന്നാണ് ട്രേഡ് അനലിസ്റ്റുകൾ സൂചിപ്പിക്കുന്നത്. റിലീസ് ചെയ്ത് 40 മണിക്കൂറിൽ തന്നെ 100 കോടി ക്ലബിൽ കയറിയ എമ്പുരാൻ നേരത്തെ ചരിത്രം സൃഷ്ടിച്ചിരുന്നു. നിലവിൽ മലയാളത്തിലെ പണം വാരിയ പടങ്ങളിൽ 3-ാമതാണ് എമ്പുരാൻ. 1-ാമതായുള്ള മഞ്ഞുമൽ ബോയ്സ് കഴിഞ്ഞാൽ 175 കോടി നേടിയ 2018 2-ാം സ്ഥാനത്ത്. ആടുജീവിതം, ആവേശം, പ്രേമലു എന്നീ സിനിമകളെയാണ് അതിവേഗം എമ്പുരാൻ പിന്നിലാക്കിയിരിക്കുന്നത്. മലയാളത്തിൽ 100 കോടി ക്ലബിൽ കയറിയ 8 സിനിമകളിൽ 3 സിനിമകളും മോഹൻലാലിൻ്റെതാണ് എന്നതും ശ്രദ്ധേയമായ കാര്യമാണ്. സംവിധായകൻ എന്ന നിലയിൽ പൃഥ്വിരാജിന്റെ 2 സിനിമകളും നടൻ എന്ന നിലയിൽ ഒരു സിനിമയും 10 കോടി ക്ലബിലുണ്ടെന്നത് മറ്റൊരു സവിശേഷതയും.